ലഹരിക്കെതിരെ നാടൊന്നാകെ അണിനിരുന്ന ശക്തമായ പ്രതിരോധവുമായി പിറവം നഗരം. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പുത്തൻകുരിശ് പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വൻ ലഹരി വിരുദ്ധ റാലിയും വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും പിറവം MKM സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സിനിമാ താരം സരയു മോഹൻ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധവുമായി പിറവം നഗരം. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പുത്തൻകുരിശ് പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പിറവത്ത് ലഹരി വിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചത്. വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും SPC, NCC, NSS യൂണിറ്റുകളും നൂറുകണക്കിന് വിദ്യാർത്ഥികളും റാലിയിൽ പങ്കാളികളായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, എക്സൈസ്, ഫയർ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവരെ ഒന്നിപ്പിച്ചു നടത്തിയ റാലി പിറവം MKM സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി ഫ്ളാഗ് ഓഫ് ചെയ്തു. പിറവം ടൗൺ ചുറ്റി സഞ്ചരിച്ച റാലി ഹോളി കിങ് ഫെറോന പള്ളി പാരിഷ് ഹാളിലാണ് സമാപിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അതിന്റെ റെയ്ഡുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പിടിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്, എക്സൈസ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള തുടർ നടപടികളും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ പലപ്പോഴും ലഭിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതുപോലെ തന്നെ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് കയ്യിൽ എന്നതിന് അനുസരിച്ച് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഇന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് ശ്രീ VV സതീശൻ അവർ മുഖ്യമന്ത്രിയായിക്കൊണ്ടുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ ദൗത്യം നമുക്ക് ലക്ഷ്യം കണ്ടതിലും ഭംഗിയായി അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. സിനിമാ താരം സരയു മോഹൻ മുഖ്യാതിഥിയായി എത്തിയതോടെ ലഹരി വിരുദ്ധ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. കളിച്ചിരികൾ മാത്രമായി പോകാവുന്ന ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങളെടുത്ത ഏറ്റവും മികച്ച ഡിസിഷനാണ് ഒരു യൂണിഫോം കൂടെ നിങ്ങളുടെ കൂടെ ചേർക്കുക എന്നുള്ളത്. ആ യൂണിഫോം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കതൊക്കെ ഫീൽ ചെയ്യാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള മറ്റു കുട്ടികളെക്കാൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണെന്ന്, കുറച്ചുകൂടെ കേപ്പബിൾ ആണ് ഫീൽ ചെയ്യാറില്ലേ? കുറച്ചുകൂടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഫീൽ ചെയ്യാറില്ലേ? യെസ്. അപ്പൊ ആ യൂണിഫോം തരുന്നൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വേദിയിലിരുന്ന് സംസാരിക്കുന്നവരേക്കാൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ പലപ്പോഴും പല കാര്യങ്ങളും ഏറ്റവും കൃത്യമായി എത്തിച്ചേരാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ്. ആ ഒരു ഉത്തരവാദിത്തത്തോടെ പെരുമാറാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ പുത്തൻകുരിശ് DYSP VA നിഷാദ് മോനും വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണും മറ്റു ജനപ്രതിനിധികളും ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് രാമമംഗലം സബ് ഇൻസ്പെക്ടർ സിബി അച്യുതന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. ലഹരിമുക്ത സമൂഹത്തിനായി നാടൊന്നാകെ കൈകോർത്ത വേദി കൂടിയായി ഈ തൂഫാൻ റാലി മാറി. ഈ അടുത്ത കാലത്തുള്ള വാർത്തകളിലൊക്കെ തന്നെ ലഹരി ഉപയോഗിച്ചതിന് ശേഷം മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും സഹപാഠിയെ ഉപദ്രവിച്ച് കൊലക്കേസിൽ പോലും പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്ത് കൗമാരക്കാരായ കുട്ടികൾ ചെന്ന് പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരണം. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും കേരള പോലീസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ട് എന്ന ലേബലിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി സംസ്ഥാനത്തുടനീളം ഇതിൻ്റെ വ്യാപനവും നിർമ്മാണവും അല്ലെങ്കിൽ വിപണനവും തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സദാ ജാഗരൂകത ഏർപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.